അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന വ മൗലാന മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫത്ഹുൽ ഖയ്യിം തുടങ്ങി വെച്ചുല്ലേ. അപ്പോൾ അതിലേക്ക് രണ്ട് വരികൾ കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. അതിന് മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞത് ഒന്നും കൂടി പറയുകയാണ്. ആദ്യം ബിസ്മി കൊണ്ട് തുടങ്ങി, എന്നിട്ട് ഹംദ് പറഞ്ഞു. അപ്പോൾ അൽഹംദു എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സ്തുതികളും ലില്ലാഹി അള്ളാഹുവിനിക്കാണ്. ഓക്കെ. അൽ അലിയ്, അലിയ് എന്ന ഉന്നതനായ, ഏറ്റവും മുകളിലുള്ള എന്നർത്ഥം. അൽ ബാരി, എല്ലാവർക്കും മുകളിലുള്ള എന്നർത്ഥം. അലി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല സൃഷ്ടിജാലങ്ങൾക്കും മുകളിലായ അള്ളാഹു എന്നർത്ഥം. അൽ ബാരി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ യഥാർത്ഥ അർത്ഥം പറയുമ്പോൾ സൃഷ്ടിച്ച എന്നൊക്കെ അർത്ഥം. അഥവാ പരസ്പരം അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പരസ്പരം വേർതിരിച്ചറിയുന്ന രൂപത്തിൽ സൃഷ്ടിക്കുന്ന എന്നാണ്. അത് ഒന്നിനൊന്നിന് പകരം ഒരുപോലെ സൃഷ്ടിക്കാതെ എല്ലാം വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ച അള്ളാഹു എന്നർത്ഥം. അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകുന്ന, തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും അതുപോലെ തന്നെ അമ്നും ഈമാനും നൽകുന്ന, സുരക്ഷിതത്വവും വിശ്വാസവും നൽകുന്ന അള്ളാഹു എന്നർത്ഥം. അതുപോലെ തന്നെ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയായ, എല്ലാ വിഷയങ്ങളും അറിയുന്ന, അടക്കി വായുന്ന എന്നൊക്കെ, സർവജ്ഞാനിയായ എല്ലാ വിഷയങ്ങളെ പറ്റിയും അറിയുന്ന അള്ളാഹു. അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ സ്വന്തം വേണ്ടുക പ്രകാരം, അഥവാ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ അടിമകളുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന എന്നർത്ഥം. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയാം? അഖില സ്തുതിയും കാര്യങ്ങളെ നന്നാക്കുന്ന, സർവജ്ഞാനിയായ, സംരക്ഷണം നൽകുന്ന, സൃഷ്ടാവായ, ഏറ്റവും ഉന്നതനായ അള്ളാഹുവിലാണ് സർവസ്തുതിയും. ഓക്കെ. അതാണ് അതിൻ്റെ ഏകദേശമായിട്ട് നമുക്ക് പറയാം. പിന്നെ അടുത്ത് പറയാനുള്ളത് തുമ്മസ്വലാത്തു വസ്സലാമുൻ നാമി അലൻ നബിയി സയ്യിദിൽ ആനാമി എന്നാണ് കേട്ടോ. ഓക്കെ. അലൻ നബിയി സയ്യിദിൽ ആനാമി എന്നുള്ള വരി. അപ്പോൾ നമ്മൾ ഹംദും ബിസ്മിയും പറഞ്ഞു. പിന്നെ അടുത്ത എന്താണ്? സ്വലാത്താണ്, നബിയുടെ മേലുള്ള സ്വലാത്താണ്. തുമ്മസ്വലാത്തു, പിന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ. ആ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മത്തുള്ള എന്നർത്ഥം, അഥവാ അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ. അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ വസ്സലാമു, അള്ളാഹുവിൻ്റെ രക്ഷയും. അന്നാമി, നമായന്മു എന്ന് പറഞ്ഞാൽ എന്താ? അന്നാമി എന്ന വളർന്നുകൊണ്ടിരിക്കുന്ന, വളരുക എന്നർത്ഥം. അപ്പം അന്നാമി വളർന്നുകൊണ്ടിരിക്കുന്ന, വർദ്ധിച്ചു വരുന്ന അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ. അലൻ നബിയി, ആരുടെ മേലിൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മേലിൽ ഉണ്ടാവട്ടെ. അസ്വലാത്തു അലൻ നബി. അതുപോലെ തന്നെ വസ്സലാമു, സലാം എന്ന് പറഞ്ഞ രക്ഷ, സലാത്ത് എന്ന ഗുണം. അപ്പോൾ ഗുണങ്ങളും നന്മയും രക്ഷയും, വർദ്ധിച്ചു വരുന്ന നന്മയും ഗുണവും എല്ലാം നബിയുടെ മേലിൽ ഉണ്ടാവട്ടെ. നബി ആരാണ്? സയ്യിദിൽ ആനാമി, സയ്യിദിൽ അനാം. അനാം എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ, ആ സൃഷ്ടികളിലെ നേതാവായ, അപ്പോൾ സൃഷ്ടികൾ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വർദ്ധിച്ചു വരുന്ന സലാമും സലാത്തും ഉണ്ടാവട്ടെ എന്നർത്ഥം. ഓക്കെ. നമ്മളെ വരി മൊത്തത്തിൽ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും സൃഷ്ടികളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കട്ടെ എന്നർത്ഥം. പിന്നെ സ്വലാത്ത് എന്താണ്, സലാം എന്താണെന്നൊക്കെ വിശദീകരണത്തിലേക്ക് പോകണം. അത് പറയുമ്പോൾ ആ സ്വലാത്തിന് പണ്ഡിതന്മാർ നിർവഹിച്ചത് അർ റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅലീം എന്നാണ്. ഓക്കെ. ആദരവോടൊപ്പം ഉണ്ടാകുന്ന നന്മകൾ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചു. ആ ആദരവിനോടൊപ്പം അള്ളാഹു കൊടുത്ത റഹ്മത്തുകൾക്കാണ് സ്വലാത്ത് എന്ന് പറയാട്ടോ. പിന്നെ സുമ്മക്ക് അർത്ഥം നിങ്ങൾക്കറിയാം. സുമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? വാവിൻ്റെ അർത്ഥത്തിനിക്കാണ് കേട്ടോ. അഥവാ ഹംദും ബിസ്മിയും കഴിഞ്ഞ് അടുത്തത് എന്നർത്ഥം, അടുത്തതായിട്ടുണ്ടാവട്ടെ. പിന്നെ ഇവിടെ സുമ്മ എന്നിട്ടത് ഹംദും സലാത്തും. അപ്പോൾ ഹംദും സലാത്തിനെ തുടർന്ന് വരേണ്ടത് എന്താണ്? സ്വലാത്തും സലാമുമാണ്. ഹംദും ബിസ്മി ഹംദിന് ശേഷം വരേണ്ടത്. പിന്നെ ആ സലാം എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ്. അഥവാ അതിന് പണ്ഡിതന്മാർ തഹിയ്യ എന്നർത്ഥം. തഹിയ്യത്ത് പറഞ്ഞാൽ അഭിവാദ്യം ചെയ്യൽ, രക്ഷപ്പെടുത്തൽ എന്നൊക്കെ അർത്ഥത്തിനിക്കാണ്. ഓഹോ മഅതൂഫുൻ അല സ്വലാത്ത്, അത് സ്വലാത്തിലേക്ക് അത്തഫ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ നാമി എന്നാണ് പറഞ്ഞത്. നാമി എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, അസായിദ് അൽ കസീർ എന്നൊക്കെ അർത്ഥം. അതിന് മുത്തറാദിഫായ പദങ്ങളാണ് കേട്ടോ. അഥവാ വളർന്നു കൊണ്ടിരിക്കുന്ന എന്നർത്ഥം. പിന്നെ അലൻ നബിയ് പറഞ്ഞാൽ എന്താ? നബിയുടെ മേലിൽ.
പിന്നെ അതുപോലെ തന്നെ ഇനി നബി ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആരായിരിക്കണം നബി എന്നൊക്കെ. പിന്നെ സയ്യിദുൽ അനാം. സയ്യിദുൽ അനാം എന്ന് പറഞ്ഞാൽ ലോകരിലെ നേതാവായ എന്നർത്ഥം. ലോകർ എന്ന് പറഞ്ഞാൽ അനാം എന്ന് പറഞ്ഞാൽ ലോകർ. അപ്പോൾ സയ്യിദിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരെക്കാളും മുകളിലുള്ള, എല്ലാവരെക്കാളും മഹത്വമുള്ള, ഈ എല്ലാ ജനങ്ങളുടെ കാര്യങ്ങളും ഏറ്റെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള അർത്ഥത്തിനേക്കാണ് സയ്യിദ് എന്ന് പറയട്ടോ. അലൻ നബിയി സയ്യിദിൽ അനാം. ഇവിടെ സയ്യിദി എന്ന് വായിക്കണം. എങ്ങനെയാണ്? നബി എന്നുള്ളതിലേക്ക് സ്വത്തായിട്ട് പറയുമ്പോൾ സയ്യിദിൽ അനാമി എന്ന് പറയുമ്പോൾ. പിന്നെ സയ്യിദിൻ്റെ അസിൽ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പിന്നെ അനാം എന്ന് വായിക്കാറുണ്ട്, അനാം എന്നും പറയാറുണ്ട് കേട്ടോ. മദ്ദിട്ടിട്ടും മദ്ദിടാതെയും വരാറുണ്ട്. ഏതായാലും ഈ ലോഗർ എന്ന് പറഞ്ഞാൽ അത് ഇൻസും പെട്ടു ജിന്നും പെട്ടു, അതുപോലെ തന്നെ ഇൻസ് മാത്രമേ പെടുകയുള്ളൂ. അങ്ങനെ പണ്ഡിതന്മാരുടെ ഒരുപാട് ചർച്ചകളുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എല്ലാ ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും അഥവാ ലോകരുടെ നേതാവ് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയാൻ പറ്റും. കാരണം നബിയുടെ നൂറാണല്ലോ ലോകത്ത് ആദ്യമായി പടക്കപ്പെട്ടത്. അപ്പോൾ അതടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ അനാം, ലോകർക്കുള്ള നേതാവാണ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വ ആലിഹി വ സ്വഹ്ബിഹിൽ അലാമി വ കുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇലാമി എന്നാണ് പറയുന്നത്. വ ആലിഹി, ആ സ്വലാത്തും സലാമും ആരുടെ മേലിലും ഉണ്ടാവട്ടെ. വ ആലിഹി, നബിയുടെ ആലിൻ്റെ മേലിലും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ വ സഹബിഹി, നബിയുടെ അസ്ഹാബിൻ്റെ മേലിലും നബിയുടെ അനുചരന്മാരുടെ മേലിലും. ആൽ എന്ന് പറഞ്ഞാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത് വന്ന കുടുംബക്കാർ. ആരൊക്കെ? ഹാഷിമ്, മുത്തലിബ് തുടങ്ങി പരമ്പരയിലുണ്ടായ ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. അതല്ല, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആല് തന്നെയാണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിൻ്റെ മേലിലും ഉണ്ടാവട്ടെ. ഓക്കെ. പിന്നെ വസഹ്ബിഹി, നബിയുടെ സ്വഹാബത്തിൻ്റെ മേലിലും. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹബന, അനുചരന്മാർ, എൻ്റെ സ്വഹാബികൾ എന്നർത്ഥം. ബിമാന സ്വാഹിബ്, സ്വഹാബി എന്ന അർത്ഥത്തിന് കേട്ടോ. സ്വഹാബി എന്നുള്ളതിൻ്റെ ജമ്മായിട്ടാണ് സ്വഹബ് ഉപയോഗിക്കാറുണ്ട്. നഹ്വിലെ പണ്ഡിതന്മാർ സ്വഹാബിയുടെ ജമ്മായിട്ട് സ്വഹബ് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് സ്വഹാബി. ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് മനിജിത്തമഅ മുഅ്മിനൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ ലഹ്ളതൻ വ ഇല്ലം യറഹു വ ഇൻ യറു അൻഹു എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നബിയോടൊപ്പം ഒരു നിമിഷമെങ്കിലും ചിലവഴിച്ചു, അങ്ങനത്തെ ഒരാൾക്കാണ് സ്വഹാബി എന്ന് പറയുക. ആ ചിലവഴിച്ചാൽ മതി, അത് നബിയെ കാണണമെന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു മക്തൂമിനെ പോലുള്ള അന്ധരായ സ്വഹാബികൾ പോലും സ്വഹാബി എന്ന് പറയാനുള്ള കാരണം എന്താ? അവർ വലൗ ലഹ്ളതൻ എന്നുള്ള ഒരു നിമിഷമെങ്കിലും നബിയോടൊപ്പം ചിലവഴിച്ചാൽ മതി. വഇല്ലം യറഹു, നബിയെ കണ്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വ ആലിഹി വ സഹ്ബിഹിൽ അലാമി എന്നുണ്ടോ? അതിൽ നമ്മൾ ഇലാമായിട്ടുണ്ട്, അത് മാറ്റുക. അലാമി എന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കറക്റ്റ് ആയിട്ടുണ്ടാവും. വ ആലിഹി വ സഹ്ബിഹിൽ അലാമി വ കുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇലാമി എന്നാണ് പറഞ്ഞത് കേട്ടോ. രണ്ടാമത്തിലാണ് ഇലാമ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ നബിയുടെ ആലും സ്വഹാബത്തും വ സഹ്ബിഹി, നബിയുടെ അനുചരന്മാരും. അലാം എന്ന് പറഞ്ഞാൽ അലം എന്ന് പറഞ്ഞാൽ കൊടി, പതാക, അതുപോലെ തന്നെ നേതാവ് എന്നൊക്കെ അർത്ഥമുണ്ട്. നേതാവ്, സയ്യിദുൽ ഖൗം, ഒരു സമുദായത്തിൻ്റെ നേതാക്കൾക്ക് അലം എന്ന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഏതുപോലെ? അപ്പോൾ നേതാക്കളായ, ഇസ്ലാമിൻ്റെ കൊടിവാഹകരായ, ഇസ്ലാമിൻ്റെ പതാകവാഹകരായ നബിയുടെ ആലും അതുപോലെ തന്നെ നബിയുടെ സ്വഹാബത്തും അവരുടെ മേലിലൊക്കെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. വ കുല്ലി അഹ്ലിൽ ഇൽമി, അതുപോലെ തന്നെ വ കുല്ലി അഹ്ലിൽ ഇൽമി, എല്ലാ ഇൽമിൻ്റെ ആളുകളും. അഹ്ലുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമുമായി ബന്ധപ്പെട്ട, ഇൽമുമായി പഠിക്കുന്ന, ഇൽമിനെ ഇഷ്ടപ്പെടുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും. വകുല്ലി അഹ്ലിൽ ഇൽമി, ഇൽമിൻ്റെ എല്ലാ അഹ്ലുകാർക്കും. ഓക്കെ. ഇൽമിൻ്റെ അഹ്ലുകാർ എന്ന് പറയുമ്പോൾ അതിന് പറഞ്ഞത് ഇൽമുമായിട്ട് ഇദ്റാഖു ശൈഇ ബിഹഖീഖത്ത്, ഒരു കാര്യം അതിൻ്റെ സത്യത്തിൽ മനസ്സിലാക്കുക എന്നാണ് ഇൽമിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നർത്ഥം അഹ്ലുൽ ഇൽമ്. അതുപോലെ തന്നെ വല്യ ഇലാം എന്ന് പറഞ്ഞാൽ
ഇലാം പഠിപ്പിച്ചു കൊടുക്കുക എന്നർത്ഥം. ആ ഇലാം പറഞ്ഞാൽ എന്താ? അറിയിച്ചു കൊടുക്കുക. ആ ഇലമഹു ഇയാഹു വത്താലീം ഒക്കെ അതൊക്കെ അർത്ഥത്തിനിക്കാണ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ആളുകളും ഇൽമിൻ്റെ ആളുകളും അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെയും ആളുകൾ അവർക്കെല്ലാവർക്കും സലാത്തും സലാമും ഉണ്ടാവട്ടെ എന്നാണ് ഈ വരികൾ പറയുന്നത്. വ ആലിഹി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ മേലിലും ഉണ്ടാവട്ടെ. വ സ്വഹബിഹി അവിടുത്തെ നബിയുടെ അനുയായികളുടെ മേലിലും ഉണ്ടാവട്ടെ. അല്ല അലാം നേതാക്കളായ കൊടിവാഹകരായ ചൂണ്ടിപ്പലകകളായ എന്നൊക്കെ പറയാം. അഥവാ നേതാക്കളായ സ്വഹാബത്തും ആലും. ഓക്കെ. വകുല്ലി അഹ്ലിൽ ഇൽമി ഇൽമിൻ്റെ അഹ്ലുകാരായ എല്ലാവരുടെ മേലിലും. അതുപോലെ തന്നെ വല്യ ഇലാമി പഠിപ്പിക്കുന്നതിൻ്റെ അഹ്ലുകാരുടെ മേലിലും. അഥവാ ഇൽമ പറഞ്ഞു കൊടുക്കുക അവരുടെ മേലിലും എന്നാണ് പറഞ്ഞത്. നമുക്ക് പറയുമ്പോൾ മൊത്തത്തിൽ കവിത മലയാളത്തിലേക്ക് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പറയാം. എന്ത്? സന്മാർഗത്തിൻ്റെ വാഹകരായ അല്ലെങ്കിൽ നേതാക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങളുടെയും അനുയായികളുടെയും അതുപോലെ വൈജ്ഞാനികരും അതുപോലെ തന്നെ അതാ വിജ്ഞാനത്തിൻ്റെ ആളുകൾ എന്നർത്ഥം വൈജ്ഞാനികർ. പിന്നെ വിജ്ഞാനം വിജ്ഞാനം അഭ്യസിപ്പിക്കുന്നവരുമായ എല്ലാവരുടെ മേലിലും എന്നർത്ഥം. ഇപ്പോൾ താലീം എന്ന് പറഞ്ഞാൽ ഏലാം എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്കുക, അഭ്യസിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ മേലിലും എല്ലാവരുടെ മേലിലും അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. അലമ എന്ന് പറഞ്ഞല്ലോ കൊടി പർവ്വതം എന്ന അർത്ഥത്തിനൊക്കെയാണ് ഉപയോഗിക്കുക. അത് പണ്ഡിതന്മാർ സമുദായത്തിലൊരു പതാകളെ പോലെയാണ്. അഥവാ എല്ലാവരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന, സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട സ്വഹാബത്തും ഇവരൊക്കെ സമുദായത്തിലൊരു നേതാക്കളായിരുന്നു, സയ്യിദുൽ ഖൗമായിരുന്നു മറ്റുള്ളവരെക്കാളും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹബിനെ പറ്റി പറഞ്ഞല്ലോ, അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്നാണ് പറഞ്ഞത്. അസ്ഹാബി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അനുയായികൾ. അസ്ഹാബി കന്നുജൂം അവർ നക്ഷത്രതുല്യരാണ്, നക്ഷത്രങ്ങളെ പോലെയാണ്. ഫബി അയ്യിഹിം ഇഖ്തദൈതും അതിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും, ഇഖ്തദൈതും അതിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നിങ്ങൾ പിൻപറ്റിയാൽ ഇഹ്തദൈതും നിങ്ങൾ സന്മാർഗവാഹികളായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അഥവാ അവർ നക്ഷത്രതുല്യരായ തൻ്റെ ആ സ്വഹാബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ സന്മാർഗത്തിലായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇവരാണ് ഇൽമിൻ്റെ ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയാൻ ഏറ്റവും വലിയ തെളിവ് അത് മാത്രം മതി. ഓക്കെ. ഇഹ്തിദാ ആണല്ലോ വിഷയം. ഇൽമൊക്കെ എന്തിനാണ്? ഹിദായത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇഅ്ലാം, താലീം ആ വിഷയങ്ങൾ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ 3 വരികൾ ഇന്ന് തന്നെ പഠിക്കട്ടോ, നാളത്തേക്ക് മാറ്റി വെക്കാതെ. അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി സുമ്മ സ്വലാത്തു വസ്സലാമുൻ നാമി അലൻ നബിയ്യി സയ്യിദിൽ ആനാമി വ ആലിഹി വ സഹ്ബിഹിൽ അലാമി വ കുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇഅ്ലാമി. നിങ്ങളെ പുസ്തകത്തിലുള്ളത് പോലെ തന്നെ കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ, തെറ്റ് കൂടാതെ പഠിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് വിഷയങ്ങളാണ്. അപ്പോൾ ഈ ബൈത്ത് ഇപ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാതെ പഠിച്ചു പോകുക. വളരെ സിമ്പിളായ വരികളാണ്. അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി സുമ്മസ്സലാത്തു വസ്സലാമുൻ നാമി അലൻ നബിയ്യി സയ്യിദിൽ ആനാമി വ ആലിഹി വ സഹ്ബിഹിൽ അലാമി വ കുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇഅ്ലാമി എന്ന് തുടങ്ങുന്ന വരികളാണ്. അപ്പോൾ വിഷയങ്ങളൊക്കെ ഒന്ന് നോക്കാം, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.